നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനൊരു പാഠമാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. അവർ ഇപ്പോഴും മൂഢസ്വർഗത്തിൽ തന്നെയാണ്. സ്വയം തോൽവി സമ്മതിക്കുകയും BJPയെ അംഗീകരിച്ചുവെന്ന് പറയുന്നതിലെ ഉദ്ദേശശുദ്ധി ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ചേട്ടന് പിന്നാലെ അനിയത്തിയും BJPയുടെ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ടും സ്വന്തം പാർട്ടിയുടെ തോൽവിയെ അംഗീകരിച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഒടുവിൽ പ്രിയങ്ക ഗാന്ധി തന്റെ പാർട്ടിയുടെ തോൽവി സമ്മതിച്ചു. അതുമാത്രമല്ല, ഡൽഹി പിടിച്ചടക്കിയ BJPയെ അഭിനന്ദിക്കുവാനും വയനാട് MP സമയം കണ്ടെത്തി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക വാദ്ര ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJPയെ അഭിനന്ദിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് എന്നതാണ് മറ്റൊരു കാര്യം. BJP ആം ആദ്മി പാർട്ടിയെ തകർത്ത് 3 പതിറ്റാണ്ടിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയതിനെ കുറിച്ച് അവർ വാചാലയായി സംസാരിക്കുകയും ചെയ്തു. ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തുവെന്നാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രചരണത്തിന്റെ തുടക്കം മുതൽ തന്നെ ഡൽഹിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്നും അത് വളരെ വ്യക്തമായിരുന്നുവെന്നും ആളുകൾ മാറ്റം ആഗ്രഹിച്ചുവെന്നും അവർ മാറ്റത്തിനായി വോട്ട് ചെയ്തുവെന്നും വിജയികളെ ഞാൻ അഭിനന്ദിക്കുന്നുവെന്നും ബാക്കിയുള്ളവർക്കായി നമ്മൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യണമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. ഫലങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അവർ തന്റെ വയനാട് മണ്ഡലത്തിലായിരുന്നു. മാധ്യമങ്ങൾ അവരെ സമീപിച്ചപ്പോൾ പിന്നീട് പ്രതികരിക്കാമെന്ന് അവർ പറഞ്ഞെങ്കിലും പിന്നീട് BJP എളുപ്പത്തിൽ വിജയത്തിലേക്ക് കുതിച്ചപ്പോഴാണ് പ്രിയങ്ക തന്റെ പ്രതികരണവും തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതും. അതേസമയം ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പ്രദേശമായിരുന്നു ഡൽഹി. ഷീല ദീക്ഷിത്തിന് കീഴിൽ അവർ തുടർച്ചയായി 3 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ചരിത്രം കുറിച്ചിരുന്നു. എന്നാൽ AAPയുടെ പിറവിയോടെ തന്നെ തിരിച്ചടികൾ നേരിട്ട് തുടങ്ങിയ അവർക്ക് ഇത്തവണയും രാജ്യ തലസ്ഥാനത്ത് സീറ്റ് ഒന്നും തന്നെ ലഭിച്ചതുമില്ല. തുടർച്ചയായ 3ാം തവണയാണ് കോൺഗ്രസിന് ഡൽഹിയിൽ സംപൂജ്യരാകേണ്ടി വന്നിരിക്കുന്നതും. 2015-ലും 2020-ലും പാർട്ടിക്ക് ഒരു സീറ്റും ലഭിച്ചിരുന്നില്ല. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പരാജയപ്പെട്ട കോൺഗ്രസിന് ഇത് തുടർച്ചയായ 3ാം തിരഞ്ഞെടുപ്പ് തോൽവി കൂടിയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ AAPയും കോൺഗ്രസും ഒരുമിച്ചായിരുന്നു മത്സരിച്ചത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഇരു പാർട്ടികളും തനിച്ചു പോരാടാൻ തീരുമാനിക്കുകയായിരുന്നു. വലിയ പ്രചരണം നടത്തി കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യമിട്ടത് AAP പിടിച്ചെടുത്ത തങ്ങളുടെ വോട്ട് ബാങ്ക് തിരികെ പിടിക്കുക എന്നതായിരുന്നു. അതിനാൽ തന്നെ BJPയേക്കാൾ AAPക്കായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന പ്രചരണം ഉണ്ടായിരുന്നത്. ശക്തമായ പ്രചരണം നടത്തിയ പാർട്ടിയുടെ പ്രതീക്ഷ ഏറ്റവും കുറഞ്ഞത് 5 സീറ്റെങ്കിലും വിജയിക്കാൻ സാധിക്കുമായിരുന്നു എന്നതായിരുന്നു. എന്നാൽ ഒരിടത്തു പോലും ആരും വിജയിച്ചില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അതേപോലെ തന്നെ ദേവേന്ദ്ര യാദവ് നടത്തിയ പോരാട്ടം മാത്രമാണ് ഏക ആശ്വാസമായി പറയാനുള്ളതും. ഒരു ഘട്ടത്തിൽ മണ്ഡലത്തിൽ ലീഡ് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നെങ്കിൽ അവസാനം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. BJPയുടെ അഹിർ ദീപക് ചൗധരിയാണ് ഇവിടെ വിജയിച്ചത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് ഇത്തവണ കോൺഗ്രസിന് ഡൽഹിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ള ഏക അനുകൂല ഘടകം എന്ന് പറയുന്നത്. 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4.26% കോൺഗ്രസിന്റെ വോട്ട് വിഹിതമെങ്കിൽ ഇത്തവണ അവർ അത് 6.38% ഉയർത്തിയിട്ടുണ്ട്. BJP 45.90%, AAP ആകട്ടെ 43.72 എന്നിങ്ങനെയാണ് 1ഉം 2ഉം സ്ഥാനത്തിലുള്ള പാർട്ടികളുടെ വോട്ട് വിഹിതം രേഖപ്പെടുത്തിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.